അപ്പോൾ വീട്ടിന്റെ ഉടമസ്ഥർക്ക് പരാതിയില്ല, അയൽക്കാർക്കാർക്കും പരാതിയില്ല. പിന്നെ ആർക്കാ പരാതി? ഡിവൈഎഫ്ഐക്കും PDPക്കും, വേറെ ആർക്കും പരാതിയില്ല. പിന്നെ ഈ അഷ്റഫ് എടുത്തിട്ടിരിക്കുന്ന വീടാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ അല്ലെ ഇതിനകത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു അജണ്ട അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഇത്രയും ആളുകൾ വന്നെന്ന് പറയട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ ആ സംഭവം ഞാൻ മുടിപ്പിച്ചില്ല. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു, കാറ് കയറ്റി പോർട്ടിക്കോയിലിടുന്നു, ഞാൻ വീട്ടിനകത്തിരിക്കുന്നു. ആ വീട്ടിലെ തൊട്ടടുത്ത് ആ വീട്ടിന്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഈ താക്കോല് വാങ്ങിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥയായ അമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കുന്നത്. കുറച്ചു സമയം കഴിയുമ്പോൾ കഥകിനൊരു തട്ട്. സകല ചാനലിലും പറഞ്ഞു, കൈരളി ചാനൽ, പീപ്പിൾ ചാനൽ കാണിച്ചു, ചവിട്ടി പൊളിച്ചു. കഥകിന് വന്ന് തട്ടി. രാജ്മോഹൻ കഥവ് തുറന്നു കൊടുത്തു. എനിക്കെന്താ ചവിട്ടി പൊളിച്ചെന്ന് പറഞ്ഞാൽ ഒരു കേസെടുക്കാം. വീട് ചവിട്ടി പൊളി, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചവിട്ടി പൊളിച്ചാൽ കേസെടുക്കാം. സത്യം ചവിട്ടി പൊളിച്ചല്ല. 3-4 പേര് വന്നു, കഥകിന് തട്ടി, ഞാൻ കഥ തുറന്നു. സാറായിരുന്നു. ഞെട്ടിപ്പോയി അവർ എന്നെ കണ്ടപ്പോ. ഞാൻ ചോദിച്ചു, എന്താ സർ? ഈ അഷ്റഫ് ഇന്ന് പകല് 3-4 പ്രാവശ്യം ഇവിടെ വന്നു പോയി. ഞങ്ങൾക്കൊരു സംശയം, അയാൾക്ക് എന്തോ ചുറ്റിക്കളി കൊണ്ടുവന്നു. അപ്പൊ രാത്രി ഒരു വണ്ടി വന്നു നിന്നു. അപ്പൊ ഞങ്ങളുടെ സംശയം ശരിയായി. അവൻ എന്തോ ചുറ്റിക്കളിക്ക് വന്നാന്ന് ധരിച്ചു വന്നാണ്, സാറാന്ന് അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ കുറെ ആളുകളെ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സാറ് ഇവിടെ നിൽക്കണ്ട, സാറ് പോക്കോ. ഞാൻ പറഞ്ഞു ശരി. അവര് പറഞ്ഞ ന്യായമാണല്ലോ. അഷ്റഫിന്റെ ചുറ്റിക്കളി പിടിക്കാൻ ആരോ കുറെ പേര് സംഘടിച്ചിരിക്കുന്നു. ആ സംഘടിച്ചിരിക്കുന്ന ആളുകൾ നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിൽ ഞാൻ കക്ഷിയാവേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ, 10 പേരാണ് അവിടെ വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ രക്ഷപ്പെടണമെങ്കിൽ അതിലെ ഇറങ്ങി പുറകെ കൂടെ കഥ തുറന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാം. ഞാൻ രക്ഷപ്പെട്ടില്ല. അതിലെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടാൽ ഞാനാന്നറിയത്തില്ല. പക്ഷെ നാളെ ഇതിനേക്കാൾ വലിയ വിവാദമാവും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാർ അവിടെ കിടക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറങ്ങി ഓടി. ഞാനെന്തിനാ ഇറങ്ങി ഓടുന്നത്? ഞാൻ അവിടെ തന്നെ നിന്നു. അവര് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരോ വന്ന് ഗേറ്റ് പൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് അഷ്റഫാണ് നെവർ. അയാൾ എന്തിനാ ഗേറ്റ് പൂട്ടുന്നത്? ഗേറ്റ് പൂട്ടേണ്ട കാര്യം അക്ഷമില്ല. ഗേറ്റ് പൂട്ടി ഉടൻ തന്നെ അവര് തമ്മിൽ തർക്കമായി. വന്നവര് തമ്മിൽ അവർ രണ്ടായി തിരിഞ്ഞു. അപ്പൊ അവസാനം അവരൊരു കോംപ്രമൈസിലെത്തി. സർ, ഒരു ഓട്ടോറിക്ഷ തരാം, ഓട്ടോറിക്ഷ സാറിനെ ടൗണിൽ കൊണ്ടുവിടും. ടൗണിൽ കൊണ്ടുവിട്ടാൽ ഞങ്ങൾ വണ്ടി എടുത്ത് സാറിനെ ടൗണിൽ എത്തിച്ചേരാം. സാറ് ധൈര്യമായിട്ട് പൊക്കും. ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഒരുത്തം വന്ന് ഓട്ടോറിക്ഷ തടയുന്നു. ഓട്ടോറിക്ഷ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഇവരെ ഇത് പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇവര് കാറ് പൊക്കോളാൻ പറഞ്ഞു, കാർ എടുത്തു, ഗേറ്റ് അടച്ചു. ഇവർ ഓട്ടോയിൽ പൊക്കോളാൻ പറഞ്ഞു, ഓട്ടോയിൽ കയറി, ഓട്ടോ തടഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോ പോലീസ് വേണ്ട, ചാനൽ വരട്ടെ. ഞാൻ പറഞ്ഞു, അതെ, ചാനലുകൾ വരട്ടെ, ചാനലിനെ വിളിക്കേ, പോലീസിനെയും വിളിക്കേ, ചാനലും വരട്ടെ, സൈമൾട്ടേനിയസ് രണ്ടും വരട്ടെ. അപ്പൊ താങ്കൾ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, പക്ഷെ കണ്ടതിന് ശേഷം അവര് കഥക് തുറന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടിയപ്പോ അതിനകത്തുണ്ടായിരുന്ന മാർക്സിസ്റ്റുകാരും ചില PDPക്കാർക്കും ഒരു നല്ല ഇരയെ കിട്ടി. അവനെ ശരിക്കും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താനെ പിടിക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് തയ്യാറാക്കി കാതെ. അതിനുശേഷം ഞാനാന്നറിഞ്ഞതിന് ശേഷം പിന്നീട് പ്ലോട്ടാണ്, പിന്നെ പ്ലാന്റാണ്. അങ്ങനെയാണ് പോലീസ് വിളിക്കാൻ. പോലീസ് വന്നു. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, നിയമം, നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഇവിടെ ഒരു പീനൽ കോഡുണ്ട്. ഇവിടെ ഇമ്മോറൽ ട്രാഫിക് നടത്തി എന്ന് ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്താൽ അവിടെ ആദ്യം എത്തേണ്ടത് ഒരു DYSP ആണ്. DYSP അല്ലെങ്കിൽ അവിടെ എത്തേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കുറഞ്ഞ ആരും വരാൻ പാടില്ല. അവിടെ വന്നത് ഒരു SIയും ഒരു അഡീഷണൽ SI ആണ്. 2 ജീപ്പ് വന്നു. അവരെന്നെ പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ കയറ്റാൻ പരമാവധി ശ്രമിച്ചു. എന്നെ 9 മണിക്ക് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് എത്ര മണിക്ക് കൊണ്ടുപോകാൻ പറ്റി? മാത്രമല്ല എന്റെ മുണ്ടഴിക്കാൻ ശ്രമിക്കുന്നു. എന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തോണ്ട് പോയി. എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മുഴുവൻ എടുത്തോണ്ട് പോയി. അല്ല, താങ്കൾ തലയിൽ ഇങ്ങനെ കയ്യും കൊടുത്തിരിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ തലയെ കൈവച്ച്, ഞാൻ ഇത്രയും വലിയ ഈശ്വര വിശ്വാസി. ഞാൻ തല മുണ്ട് മറച്ചിട്ട് പോയ രാജ്മോഹൻ ഉണ്ണിത്താനെ അറിയാത്ത ആരെങ്കിലും കൊച്ചുകുട്ടിക്ക് പോലും ഞാൻ മദ്യപിച്ചു, ഞാൻ വ്യഭിചരിച്ചു, ഞാൻ ലൈംഗികമായി ആ കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു എന്ന് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് അവരുടെ ആരോഗ്യ വകുപ്പിൽ കൊണ്ടുപോയി എടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് പരിശോധിച്ചിട്ട് ഞാൻ ചെയ്തു. ഇതൊക്കെ നിയമമല്ലേ? തീർച്ചയായിട്ടും. താങ്കളുടെ ഇനിഷ്യേറ്റീവിലാണോ പോലീസ്? ഞാൻ പറയാൻ കാരണം ഇവിടെ വന്നതെല്ലാം ഓർഗനൈസ്ഡ് ക്രൗഡാണ്. എനിക്കറിയാം ഈ ക്രൗഡ് പിരിഞ്ഞു പോകില്ല. വന്നത് മുഴുവൻ PDPക്കാര്, വിളിക്കുന്നതെല്ലാം മദനിക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീയായിട്ട് അനാശാസ്യം നടക്കുന്നിടത്ത് മദനിക്ക് സിന്ധാവ് വിളിക്കേണ്ട കാര്യമുണ്ടോ? മദനിക്ക് സിന്ധാബാദ് വിളിക്കേണ്ട, പിണറായി വിജയൻ സിന്ധാബാദ്, മദനി
അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു അനാചാര്യ നടപടിക്ക് പിടിച്ചാൽ പോലീസിൽ ഏൽപ്പിക്കണം. അതല്ലേ നിയമം. ജനകീയ വിചാരണ നടത്താൻ ഈ രാജ്യത്ത് നിയമം. ഈ ജനകീയ വിചാരണ നടന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? ജനകീയ വിചാരണ എന്റെ മുണ്ടഴിക്കാൻ പോയി. എന്റെ മുണ്ടഴിച്ച് എന്നെ വിവസ്ത്രനാക്കി അത് മൊബൈൽ ഫോണിൽ പിടിക്കാൻ ശ്രമിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് നിയമം ലംഘിച്ചെന്നാ പറയുന്നത്? പോലീസ് അവിടെ വന്ന് ഞങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അന്യായമായ കസ്റ്റഡിയിൽ 17 മണിക്കൂർ വെച്ചു. ഞങ്ങളെ മാനസികമായി പീഡിപ്പിച്ച് മാനഭംഗപ്പെടുത്തി. ഈ പോലീസിനെതിരെ നാളെ കേസ് കൊടുത്താൽ തൊപ്പി കാണും അവർക്ക്. പറയട്ടെ, ഇവിടെ ഒരു നിയമമുണ്ടല്ലോ. എന്ത് അവകാശം ഈ പോലീസിന് 17 മണിക്കൂർ ഞങ്ങളെ കസ്റ്റഡി വയ്ക്കാൻ? രാത്രിയിൽ അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു FIR പോലും എടുക്കേണ്ട കേസ് ഇതിനകത്തില്ല. പക്ഷെ സാർ, മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ FIR പോലും എടുക്കാൻ പറ്റൂ. സംഭവം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അവരുടെ നിസ്സഹായാവസ്ഥ അവരെന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മെഡിക്കൽ സെർട്ടിഫിക്കറ്റ്. ഇപ്പൊ എന്താ എന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ്? അനാശാസ്യ നടപടി. അനാശാസ്യ നടപടിക്ക് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ അവര് കോടതിയിൽ ഹാജരാക്കിയപ്പോ കൊണ്ടുപോയ അവര് തന്നെ അനാശാസ്യം നടന്നിട്ടില്ലെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. എന്തൊരു വിവരക്കേടാ. രാജ്മോഹൻ ഉണ്ണിത്താനെയും ജയലക്ഷ്മി അമ്മയും അനാശാസ്യത്തിന് പിടിച്ചു. വാർത്ത, TV, കൈരളി സകലവും നിർത്തിവെച്ചു. കൈരളിയുടെ സകലവും സ്റ്റോപ്പ് അടിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ, ജയലക്ഷ്മി തലയെ കൈവയ്ക്കുന്നു, മുണ്ടടിക്കുന്നു. മുണ്ടിന്റെ അപ്പൊ കൈരളിക്കാർക്ക് കാണേണ്ടത് ഞാൻ മുഴുവൻ ഇരിക്കുന്നതാണ്. ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ അവൻ അതിനായി ശ്രമിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനം തടയാൻ വന്ന DYFIക്കാർ, PDPക്കാർ 32 വയസ്സുള്ള ജയലക്ഷ്മിയുടെ മർമ്മപ്രധാനമായ സകല ഭാഗങ്ങളിലും ഈ DYFIക്കാരും PDPക്കാരോട് ആക്രമിച്ചു. ആ പെൺകുട്ടി അധിക്ഷേപിച്ചു. ആ പെൺകുട്ടിയുടെ പത്രസമ്മേളനം വരുന്നു. ആ പത്രസമ്മേളനം ഞാൻ കൈരളി ചാനലിന്റെ MDയോട് ചോദിക്കാൻ, ലൈവായി കാണിക്കാനുള്ള ധൈര്യം കൈരളി ചാനൽ MDക്കുണ്ടോ? ആ പെൺകുട്ടി പറയും DYFIക്കാർ അവളെ എന്തെല്ലാം ചെയ്തുവെന്ന്. ആ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. മാനനഷ്ടത്തിന് കേസുണ്ട്. അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സദാചാര പ്രവർത്തനം തടയാൻ വന്നവര് ഇരുട്ടത്ത് വാക്കിന് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോ അവളെ എന്തെല്ലാം ചെയ്യാവൂ. അവളെ ബലാത്സംഗം ഒഴിച്ചു ബാക്കി മുഴുവൻ ചെയ്തു. ആ കുട്ടി പത്രസമ്മേളനത്തിൽ പറയും കേരളത്തിലെ DYFIക്കാരുടെ മഹത്തായ പാരമ്പര്യം, സംസ്കാരം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പൊ താങ്കൾ പറഞ്ഞ DYFI PDPക്കാരാണ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. താങ്കൾ ശക്തമായി ഇവരുടെ നേതാക്കന്മാരെ ആക്രമിക്കുകയും പ്രസംഗവേദികളിൽ നിന്ന് ശക്തമായി ഇവരുടെ നേതാക്കന്മാരെ ആക്രമിക്കുകയും അവരെ രാഷ്ട്രീയമായിട്ട് നേരിടുകയും ചെയ്ത ആളാണ്. ഒരുപക്ഷെ അതാണോ ഇതിന്റെ ഒരു പ്രധാന കാരണം? താങ്കളുടെ നാക്ക് ഇതോടെ അടപ്പിക്കാൻ അവർക്ക് സാധിച്ചു. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ നാവടപ്പിക്കാനുള്ള ബോധപൂർവമായ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഞാൻ മദനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഞാൻ സുഫിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയമാണ്, അല്ലാതെ ഞാൻ വ്യക്തിപരമല്ല. കോയമ്പത്തൂർ ജയിലിൽ നിന്ന് ഇയാൾ ഇറങ്ങി വരുമ്പോ ഇയാളുടെ പേരിൽ 26 ക്രിമിനൽ കേസുണ്ട്. യു ക്യാൻ വെരിഫൈ. ഇല്ലെന്ന് പറയാം. 26 ക്രിമിനൽ കേസിലെ പ്രതിയെ ശംഖുമുഖം കടപ്പുറത്ത് വന്നപ്പോ 5 മന്ത്രിമാർ, ഏത് മന്ത്രിമാരും പൊക്കോട്ടെ, എനിക്ക് പരാതിയില്ല. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ 26 ക്രിമിനൽ കേസിലെ പ്രതിയായ മദനി ശംഖുമുഖത്തോടും പോകാൻ പാടുണ്ടോ? വേറെ എല്ലാ വകുപ്പിലെ മന്ത്രിമാരും പൊക്കോട്ടെ, ആഭ്യന്തരമന്ത്രി അവിടെ പോകാൻ പാടില്ല. കാരണം 26 ക്രിമിനൽ കേസാണ് ഇയാളുടെ പേരിൽ. 2, ഇയാളെ പിടിച്ച് അകത്താക്കിയത് മാർക്സിസ്റ്റ് പാർട്ടി. ഇയാളുടെ ഭാര്യ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയെന്ന്, ഇയാളുടെ ഭാര്യ രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രതിയാണെന്ന്, തടിയന്റെ വിട നസീറുമായി തീവ്രവാദ പ്രവർത്തനത്തിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചിരിക്കുന്ന വക്കീലാണ് ഹൈക്കോടതി പോയി പറഞ്ഞു. അല്ലെന്ന് പറയാം. ഇവിടെ ഇപ്പൊ ഇതിനകത്തുള്ളൂ. ഇപ്പം PDPയുടെ നേതാവ്. അതുകൊണ്ടാണ് ഇസ്ലാം മതം അനുശാസിക്കുന്ന എന്താണെന്ന് രാജേഷ് അറിയോ? ഞാൻ ഇസ്ലാമിന്റെ എല്ലാം പറയാം. ഇസ്ലാമിന്റെ അലിഫ് അറിയാത്ത ചില ആളുകളാണ് ഇപ്പൊ എന്നെ പണിയാൻ നടക്കുന്നത്. അലിഫ് അറിയില്ല, ABCD എന്താ ഇല്ല. അവർക്കെതിരെ അത്ര ശക്തമായ, അവരുടെ ഭാഷയിൽ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ അവർക്കെതിരെ എന്ത് ഹീനമായ ആരോപണം ഉന്നയിച്ചേ? ഞാൻ ദേശാഭിമാനി പത്രം അങ്ങേക്ക് ഇപ്പൊ തരാം. ദേശാഭിമാനി പത്രം അങ്ങ് ഉയർത്തിപ്പിടിക്കണം, കൈരളി ചാനലിന് കൊടുക്കണം, മലയാളം ചാനലിന് കൊടുക്കണം. ആ